വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി ആർ ബിന്ദു. കാസർഗോഡ് മുളിയാറിലെ പുനരധിവാസ കേന്ദ്രത്തിൽ ക്ലിനിക്കൽ സൈക്കോളജി, ഹൈഡ്രോതെറാപ്പി സേവനങ്ങൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ദുരിതബാധിതരുടെ വലിയ പ്രതീക്ഷയായ പുനരധിവാസ കേന്ദ്രം ഗ്രാമം പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവന്നേക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് മുളിയാറിലൊരുക്കുന്ന പുനരധിവാസ ഗ്രാമത്തിന്റെ ആദ്യഘട്ട നിർമ്മാണമാണ് പൂർത്തീകരിക്കാനായത്. 2020 ജൂലൈ 4-ന് അന്നത്തെ മന്ത്രിയായിരുന്ന കെ ശൈലജയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. 10 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ പദ്ധതിയുടെ ആദ്യഘട്ടമായി പൂർത്തീകരിക്കാനായത് ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കും കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്കും. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ഭിന്നശേഷി സഹോദരങ്ങൾക്കായിട്ട് ഒരു പുനരധിവാസ ഗ്രാമം എന്നുള്ള ആശയം ഏറെക്കാലമായിട്ടുള്ള കാസർഗോഡ് ജില്ലയുടെ ഒരു സ്വപ്നമാണ്. അതിൻ്റെ ഒന്നാം ഘട്ടമാണ് ഏറ്റവും മികച്ച നിലയിൽ പണി പൂർത്തീകരിച്ച് ഇപ്പം നാടിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ ഇവിടെ ആദ്യം സന്ദർശിക്കുമ്പോൾ തറക്കല്ലിട്ടെങ്കിലും ഒരു മുട്ടക്കുന്നായിരുന്നു ഇവിടെ. ആ പ്രദേശത്ത് ഇത്ര ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം പെട്ടെന്ന് തന്നെയാണ് ULCCS നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റ് നിർമ്മാണം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ട് വേണം, ടെൻഡറും എല്ലാം വേണമല്ലോ. ഗവൺമെന്റിന്റെ നിർമ്മിതിയാവുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റൂ. സെൻസറി ഗാർഡൻ പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുക്കാൻ പറ്റും. ജില്ലാ പഞ്ചായത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ദുരിതബാധിതർക്കായി കെയർ ഹോം, ഫിസിയോതെറാപ്പി, റിക്രിയേഷൻ, ക്ലാസ് റൂമുകൾ, ലൈബ്രറി, നൈപുണ്യ വികസന കേന്ദ്രം, പരിശോധനാമുറി, താമസ സൗകര്യം എന്നിവ ഉൾപ്പെടുന്നതാണ് പുനരധിവാസ കേന്ദ്രം. 58 കോടി രൂപ അടങ്കലാണ് ഇതിന് തയ്യാറാക്കിയത്. ആദ്യഘട്ടമായി 4.17 കോടി രൂപ ചെലവഴിച്ചു. കൊട്ടിയാഘോഷിക്കുന്ന ആദ്യഘട്ട ഉദ്ഘാടനം ചെറിയ രീതിയിൽ ആശ്വാസകരമാണെങ്കിലും പദ്ധതി എപ്പോൾ പൂർത്തിയാകുമെന്നതിൽ ആർക്കും വ്യക്തതയില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആശങ്കയും തുടരുകയാണ്. അർജുൻ ഹേമ, റിപ്പോർട്ടർ, കാസർഗോഡ്.